വളരെയധികം പ്രത്യേകതയുള്ള വരാലിയേട്ടന്റെ തട്ടുകടയിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മളെ സ്വീകരിക്കാൻ 2 കൊതുക് ബാറ്റുകളുണ്ട്. ഇവിടെ എല്ലാം സെൽഫ് സർവീസ് ആണ്. നമുക്ക് കൊതുക് ഈച്ചയുടെ ശല്യം രൂക്ഷമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബാറ്റ് എടുത്ത് നമുക്ക് കൊതുകിനെ ഈച്ചനെയും കൊല്ലാം. ഒരു കൊതുകിനെ കൊല്ലുന്നതിന് 8 രൂപയും ഒരു ഈച്ചനെ കൊല്ലുന്നതിന് 10 രൂപയാണ് വരാലിയേട്ടൻ ചാർജ് ചെയ്യുന്നത്. അങ്ങനെ ചാർജ് ചെയ്യാനുള്ള കാരണമായിട്ട് വരാലിയേട്ടൻ പറയുന്നത് ഈ പ്രോപ്പർട്ടി വരാലിയേട്ടൻ്റെയാണ്, വരാലിയേട്ടൻ റെന്റ് കൊടുക്കുന്ന പ്രോപ്പർട്ടിയാണ്. അപ്പൊ അതിനകത്തുള്ള എല്ലാ സാധനങ്ങൾക്കും ഈ റെന്റ് ബാധകമാണെന്നുള്ളതാണ് വരാലിയേട്ടന്റെ ഭാഷ്യം. അതുപോലെ തന്നെയുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എലിശല്യം രൂക്ഷമായിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ എലിപ്പെട്ടി കിട്ടും. ആ എലിപ്പെട്ടി വെച്ച് നമുക്ക് എലീനെ വേണമെങ്കിൽ പിടിക്കാം. എലിയുടെ തീറ്റ നമുക്ക് പുറത്തുനിന്നുള്ള തീറ്റ അനുവദിക്കില്ല, അകത്തുനിന്നുള്ള തീറ്റ മാത്രമേ അനുവദിക്കുള്ളൂ. ആ ഒരു എലീനെ പിടിക്കുന്നതിന് പ്രത്യേകിച്ച് ചാർജ് ഒന്നുമില്ല. പക്ഷേ എലീനെ വീട്ടിൽ കൊണ്ടുപോകണമെങ്കിൽ 250 രൂപയെ കൊടുക്കണം. അതുപോലെ ഇവിടുത്തെ ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള ഏറ്റവും പ്രത്യേകതയായിട്ടുള്ള ലോകത്തിൽ ഇന്ന് വരെ ആരും ചെയ്യാത്ത രീതിയിലുള്ള ഒരു ബിരിയാണിയാണ് ഇവിടെ കൊടുക്കുന്നത്. കാരണം ബിരിയാണിക്കുള്ള ചിക്കനെ നിങ്ങൾക്ക് ലൈവായിട്ട് നിങ്ങളുടെ ടേബിളിന്റെ മുമ്പിൽ ജീവനോടെ കൊണ്ട് നിർത്തി കാണിച്ചു കഴിഞ്ഞിട്ടും അതിനകത്ത് വേണ്ട ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എല്ലാം നിങ്ങളുടെ മുമ്പിൽ എടുത്തു വെച്ചതിന് ശേഷം മാത്രമാണ് നമ്മുടെ ഇവിടുത്തെ ബിരിയാണി. അതുപോലെ തന്നെ വരാലിയേട്ടന്റെ വേറൊരു ഭാഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോഴിക്ക് വാലയില് 20 തൂവലെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് ആ കോഴി പെർഫെക്റ്റ് കോഴി എന്ന് പറയുന്നത്. അപ്പൊ അത് ഈ കോഴിയുടെ തൂവൽ എത്രയുണ്ട്, വലയിലുള്ള തൂവൽ എത്രയുണ്ടെന്ന് വരാലിയേട്ടൻ എണ്ണി കാണിക്കുന്നുണ്ട്. 4, 5, 6, 7, 8, 9, 10. കോഴി പോരാ. അയ്യോ, ഇതിന്റെ നാം പെട്ടിയില്ലല്ലോ. ഈ കോഴിക്ക് അങ്കവാലില്ലല്ലോ. പെടക്കോഴിക്ക് എവിടെ അങ്കവാലി പോകും? അതുപോലെ തന്നെ ഈ ചേച്ചി എവിടെ ഇരുന്ന് വീശി കൊതുകിന് ഈച്ചനെ കൊല്ലുമ്പോ ബലാറ്റന്റെ പ്രത്യേകിച്ചും പറഞ്ഞു ഇതിന് സർവീസ് ടാക്സ് ഉണ്ടാവൂട്ടോ മോളെ എന്ന് പറഞ്ഞു. ആ ചേച്ചി അത് കേൾക്കാതെ പിന്നെയും വീശിക്കൊണ്ടിരിക്കുക. അങ്ങനെ വീശി കഴിഞ്ഞപ്പോഴേക്കും ചേച്ചിയുടെ പപ്പടാങ്ങ് തണുത്തു പോയി. മോനെ, ആ ചേച്ചിയുടെ കയ്യിൽ 12 രൂപയും MST കൂടെ മേടിച്ചു കേട്ടോ. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചേച്ചിയുടെ കണ്ണ് തള്ളിപ്പോയി. അത് ചേച്ചി ചോദിച്ചു അതെന്നെ തണുത്ത പപ്പടത്തിന് 12 രൂപ എന്ന് പറഞ്ഞു. അപ്പോഴാണ് വരാലിയേട്ടൻ പറഞ്ഞത് ഈ പപ്പടം ഇരുന്ന് തണുത്തത് എന്റെ പ്രോപ്പർട്ടിയിലാണ്, ഞാൻ റെന്റ് കൊടുക്കുന്ന പ്രോപ്പർട്ടിയിലാണ്, അതുകൊണ്ട് ഇതിന് സർവീസ് ടാക്സും അതിന് എക്സ്ട്രാ ചാർജും ഉണ്ടാവുമെന്ന് വരാലിയേട്ടൻ പറഞ്ഞു. വരാലിയേട്ടന്റെ ഓരോ കാര്യങ്ങളല്ലേ, വരാലിയേട്ടനും ഇൻകം ഉണ്ടാക്കാൻ വേണ്ടി വരാലിയേട്ടൻ കാണിച്ചു കൂട്ടുന്ന ഓരോ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് അഭിമാനം തോന്നിയിട്ട് ആ ചേച്ചി പിന്നെ ബിരിയാണി തിന്നല് ഭയങ്കര ഒരു വെറൈറ്റി ആയിട്ടുള്ള രീതിയിലേക്കായി. ചേച്ചിയുടെ കണ്ണ് തള്ളിപ്പോയി എന്നുള്ളതാണ്. അതായത് ചേച്ചി ബിരിയാണി അങ്ങ് കുഴച്ച് വായി വെച്ച് കഴിയുമ്പോഴേക്കും ചേച്ചിയുടെ കണ്ണിങ്ങ് തള്ളി വരിക. ശരിക്കും ഈ വിലയെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ കണ്ണ് തള്ളി വന്നതാണ്. പക്ഷെ വരാലിയേട്ടൻ പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വരാലിയേട്ടന്റെ ബിരിയാണിയുടെ പെർഫെക്ഷനും ബിരിയാണി അത്രയ്ക്ക് ടേസ്റ്റും അത്രയ്ക്ക് ഫ്രഷും ആയതുകൊണ്ട് ചേച്ചിയുടെ കണ്ണ് തള്ളി പോണതാണ്. ചേച്ചി ഈ കൊതുകിനെല്ലാം കൂടെ ചേച്ചി അവസാനമാണ് ചേച്ചിക്ക് മനസ്സിലായത് കൊതുകിനെല്ലാം കാശ് വരുമെന്ന്. ഈ കൊതുകിനെല്ലാം കൂടെ എണ്ണി കഴിയുമ്പോഴേക്കും ചേച്ചി അവിടെ നിന്ന് ചേച്ചി വീടിന്റെ ആധാരം പണയം വെക്കേണ്ട വരുമല്ലോ എന്നുള്ള രീതി വന്നു കഴിഞ്ഞപ്പോഴേക്കാണ് ചേച്ചിയുടെ കണ്ണ് തള്ളിപ്പോയത്. അതുപോലെ വരാലിയേട്ടൻ പിന്നെ അവിടെ ഞങ്ങൾ നിന്ന് കഴിഞ്ഞപ്പോൾ വരാലിയേട്ടന്റെ ഒരു ഡ്രീം പ്രൊജക്ടിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പൊ ആരെങ്കിലും ഒരു ബിരിയാണി കഴിക്കുന്നതിന് വേണ്ടി വിശന്ന് ബിരിയാണി കഴിക്കുന്നതിന് വേണ്ടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരാലിയേട്ടൻ അപ്പം മുട്ടയിടാറായിരിക്കുന്ന ഒരു കോഴിനെ പിടിക്കും, ആ കോഴീനെ കൊണ്ട് ഒരു മുട്ടയിടിക്കും, ആ കോഴീനെ കൊണ്ട് അടവെപ്പിക്കും, അടവെച്ച് ഒരു കോഴിക്കുഞ്ഞുണ്ടാവും. ആ കോഴിക്കുഞ്ഞ് വളർന്ന് വലുതായി കഴിയുമ്പം ആ കോഴിക്കുഞ്ഞ് മുട്ടയിടുമല്ലോ, ആ മുട്ട എടുത്തിട്ട് ഒരു ബിരിയാണി. അതാണ് വരാലിയേട്ടൻ്റെ ഡ്രീം പ്രൊജക്ട് എന്ന് പറയുന്നത്. ആ മുട്ടയ്ക്ക് വരാലിയേട്ടന് എക്സ്ട്രാ ചാർജ് ഒന്നും ഈടാക്കില്ല എന്ന് പറയുന്നത്. അതാ വരാലിയേട്ടൻ്റെ ഡ്രീം പ്രൊജക്ട് ആയതുകൊണ്ട്. ഇപ്പം മുട്ട നമ്മൾ മേടിക്കണമെങ്കിൽ ബിരിയാണിയുടെ കൂടെ മുട്ട നമ്മൾ മേടിക്കണമെങ്കിൽ അതിന് എക്സ്ട്രാ ചാർജ് കൊടുക്കണം. പക്ഷെ ഈ മുട്ടയ്ക്ക് ഈ ഡ്രീം പ്രൊജക്ട് ആയതുകൊണ്ട് മാത്രം ഈ മുട്ടയ്ക്ക് വരാലിയേട്ടന് എക്സ്ട്രാ ചാർജ് ഉണ്ടാവില്ല. അത് ഫ്രീ